ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐബ്രോസ് മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ മൈക്രോ ബ്ലീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലെ ഭാഗ്യധരൻ പിള്ളേനെ പോലെയൊക്കെ ആയിക്കഴിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് ചിലവർ ചെയ്യാത്തവരുണ്ട്. ആഗ്രഹമുള്ള ആൾക്കാരെ വരെ വേണ്ട അങ്ങനെ വല്ല ആയിക്കഴിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് ചെയ്യാത്തവരുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നവരും ഉണ്ട്. എന്താണ് ഈ മൈക്രോ ബ്ലീഡിങ്? മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു സെമി പെർമനൻ്റ് ആണ്. അതായത് നമ്മുടെ ഐബ്രോസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെഷ്യൽ ഹാൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ ലെയറിലേക്ക് പിഗ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ ഹെയർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അവർക്കുള്ള ഡൗട്ടാണ്, നമ്മുടെ ടാറ്റു മെഷീൻ യൂസ് ചെയ്തിട്ടാണോ ഇനി നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐബ്രോസ് മൈക്രോ ബ്ലീഡിംഗ് ചെയ്യുന്നതെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ബ്ലേഡ് ടൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഭയങ്കര നാച്ചുറൽ ഹെയർ പോലെ നമുക്ക് തോന്നും. മൈക്രോ ബ്ലീഡിങ്ങിൻ്റെ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ബ്രോ മാപ്പിംഗ്. അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഫേസ് ഷേപ്പ് അനുസരിച്ചിട്ട് ഐബ്രോസ് മെഷർ ചെയ്യുന്നതാണ് ബ്രോ മാപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പിഗ്മെൻറ്റ് സെലക്ഷൻ. പിഗ്മെൻറ്റ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ അതുപോലെ തന്നെ ഹെയർ കളറ് അതൊക്കെ മാച്ചായിട്ട് വരുന്ന ഒരു പിഗ്മെൻറ്റ് സെലക്ഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിലവർക്കൊക്കെ അറിഞ്ഞുണ്ടെങ്കിൽ ക്ലയൻറ്റിന് കൺസേൺ യൂസ് ചെയ്തിട്ട്, അതായത് ചിലവർ പറയും ചിലപ്പോൾ നല്ല കട്ടിയുള്ള ഐബ്രോസ് എനിക്ക് വേണം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പിഗ്മെൻറ്റേഷൻ ആയിരിക്കും അവർ കൊടുക്കുക. ചിലവർക്ക് നാച്ചുറലായിട്ട് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ പിഗ്മെൻറ്റേഷൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണും അതുപോലെ തന്നെ ഹെയർ കളറും യൂസ് ചെയ്തിട്ട് അതിന് വരുന്ന മാച്ചായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷനെ അവർ സെലക്ട് ചെയ്യുള്ളൂ. മൂന്നാമത്തതാണ് ക്രിയേറ്റിംഗ് ഹെയർ സ്ട്രോക്സ്. അതായത് സ്മോൾ ബ്ലേഡ് സ്ട്രോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് പിഗ്മെൻറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ആർക്കൊക്കെ ഈ മൈക്രോ ബ്ലീഡിങ് ചെയ്യാം? അതായത് അൺഈവനായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്ക്, തിന്നായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്ക്, ഓവറായിട്ട് പ്ലഗ്ഡ് ആയിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. പിന്നെ ഡെയിലി ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഭയങ്കര മടിയാണ് എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ടുള്ളവർക്കൊക്കെ നമുക്ക് മൈക്രോ ബ്ലീഡിങ് ചെയ്യാവുന്നതാണ്.